നമസ്കാരം. അവൾക്കൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും വന്ന് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഭാഗ്യലക്ഷ്മി വേട്ടയാടപ്പെടുകയാണ്. ഭാഗ്യലക്ഷ്മി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി വളരെയധികം ഗുരുതരമാണ്. എത്രയോ അധിക്ഷേപ കമൻറ്റുകൾ, സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് നേരെ ഉടുത്തുവിടുന്ന തെറിവിളികൾ, ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി തന്നെ പല ഫേക്ക് അക്കൗണ്ടുകളിലൂടെയും അല്ലാതെയും ഭാഗ്യലക്ഷ്മിക്ക് നേരെ ഉയരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്നാൽ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആ പോസ്റ്റ് വളരെയധികം പ്രധാനമാണ്. പോസ്റ്റ് ഇങ്ങനെയാണ്, പോസ്റ്റ് വായിക്കാം. ഇവൻ തൻ്റെ ഇടമില്ലാത്തവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിക്കുന്നു. ഏട്ടൻ്റെ അനിയൻ പൾസർ സുനിയുടെ സ്വന്തം ഏട്ടൻ, എല്ലാവരും കണ്ടോളൂ ഇവൻ്റെ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഒരു നമ്പർ എക്സ്പോസ് ചെയ്തത്. 19 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഈ കോളാണ് ഭാഗ്യലക്ഷ്മി പുറത്തു കൊണ്ടുവരുന്നത്. ഭാഗ്യലക്ഷ്മിയെ വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മാത്രമല്ല മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇനി മേലാൽ ചാനൽ ചർച്ചകളിൽ വന്ന് ദിലീപിനെതിരെ സംസാരിക്കരുതെന്ന് ചില ദിലീപ് ഫാൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിലർ ഭാഗ്യലക്ഷ്മിയെ വിളിച്ചും കമൻറ്റ് രൂപേണയും വേട്ടയാടുന്നു. ഇതുപോലുള്ള അസഭ്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പുറത്തു കൊണ്ടുവരുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നടിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി, അവൾക്കൊപ്പം സംസാരിക്കുന്നു എന്നതിൻ്റെ പേരിൽ, അവൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുകയും അത് തകർക്കാൻ നോക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം, അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം സമൂഹം ഇവിടെ ചുറ്റും നടക്കുന്നതായിട്ടല്ലേ കാണുന്നത്. അതായത് നിങ്ങളുടെ നായകൻ പൗരുഷമുള്ളവനും നിങ്ങളുടെ നായകൻ്റെ സിനിമ അതിഗംഭീരമായി തിയേറ്ററിൽ ഓടുന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നിങ്ങൾക്കൊരു ലൈസൻസായിട്ട് നിങ്ങൾക്ക് ഇവരെ തെറി വിളിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മനസ്സിലാവുന്നില്ല ആ കാര്യം. എന്തൊക്കെയാണ് നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ? ഭാഗ്യലക്ഷ്മി ഇപ്പോഴല്ല വേട്ടയാടാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ നടിക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ, ക്യാമ്പയിൻ നടത്തുന്നു എന്നതിൻ്റെ പേരിൽ, നടിക്ക് വേണ്ടി ശക്തമായി പോരാടുന്നു എന്നതിൻ്റെ പേരിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യങ്ങൾ എത്ര മാത്രമാണെന്നറിയാമോ? ഇപ്പോൾ അതിൻ്റെ പരമോന്നത പീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഈ ഒരു പോസ്റ്റുമായി രംഗത്തെത്തുന്നത്. ഭാഗ്യലക്ഷ്മി കൃത്യമായുള്ള നമ്പർ തന്നെ പുറത്തു വിട്ടുകൊണ്ട് ഇയാളെ പുറം ലോകത്തേക്ക് എക്സ്പോസ്ഡ് ആക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുതന്നെയാണ് ഭാഗ്യലക്ഷ്മി ഈ പോസ്റ്റിലൂടെയും ഉദ്ദേശിക്കുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന ഭീഷണി സന്ദേശങ്ങൾ ജനങ്ങളും അറിയട്ടെ, പൊതുസമൂഹവും അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു പോസ്റ്റ് എത്തുന്നത്. ഭാഗ്യലക്ഷ്മി കൃത്യമായി പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഏട്ടൻ ഫാൻസ്, അല്ലെങ്കിൽ ഈ ഏട്ടൻ്റെ PR വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടീമുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ നടിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു PR വർക്കില്ല, ഫാൻസ് ഗ്രൂപ്പില്ല, ഒന്നുമില്ല. ഈ 8 വർഷത്തിനിടയിൽ അവളുടെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിരുന്നു എന്നതും പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മി. ഇതിനകത്ത് കൃത്യമായി അവൾക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ശബ്ദം ഞങ്ങൾ മുറിച്ചു മാറ്റുമെന്നുള്ള ഒരു വിഭാഗം ആളുകളുടെ വളരെ വൈകൃതമായ മനസ്സാണ് ഇവിടെ കാണുന്നത്. ആ വൈകൃതമായ മനസ്സ് പോകുന്ന എക്സ്റ്റെൻഡ് എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ, ഒരു മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ആ ഒരു ചെറിയ വിഭാഗം ആളുകൾ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ വായടപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അവൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ആസിഡ് ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. അവൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഇനി മേലാൽ ദിലീപിനെതിരെ സംസാരിക്കരുതെന്ന് ഭീഷണി മുഴക്കും. ആ ഭീഷണിയിൽ പഞ്ചപുച്ഛമടങ്ങി മിണ്ടാതിരിക്കണമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം, ഇവരുടെയൊക്കെ ധാരണ. ഇപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കയറുന്ന ഹൈപ്പ്, അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ കയറുന്ന ഒരു ആവേശം എന്താണെന്ന് അറിയാവോ? കഴിഞ്ഞ ദിവസം റിലീസായ ദിലീപിൻ്റെ സിനിമയാണ്. ആ സിനിമ ബുക്ക് മൈ ഷോയിൽ 1,80,000 ടിക്കറ്റുകളോളം കഴിഞ്ഞ് 24 മണിക്കൂറിൽ വിറ്റു. അതിന് വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിൽ പോലും ബ്രേക്ക് ചെയ്യാൻ അതിന് സാധിച്ചിട്ടില്ല. അതായത് ദിലീപും മോഹൻലാലും കൂടി ഒരുമിച്ച് വന്ന സിനിമയാണ്. ആ സിനിമയ്ക്ക് കളങ്കാവൽ എന്ന സിനിമയുടെ 24 മണിക്കൂറുള്ള ബുക്കിംഗ് പോലും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആലോചിക്കണം. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഒരു വലിയ വിഭാഗം സമൂഹം ദിലീപ് സിനിമകൾ ബഹിഷ്കരിക്കുമെന്ന രീതിയിൽ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ എത്തിയിരുന്നു. ആ ബഹിഷ്കരണം വെറുതെയല്ല, ഒരു വലിയ വിഭാഗം സമൂഹം ദിലീപിൻ്റെ സിനിമ കാണില്ല എന്നുള്ള ശക്തമായ നിലപാട് പോലും എടുത്തിട്ടുണ്ട്. കേരളത്തിലെ പല പ്രമുഖരായ യൂട്യൂബേഴ്സ് ഉൾപ്പെടെ റിവ്യൂ നൽകുന്നത് പോലും ഇതൊരു മോശം സിനിമയായിട്ട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഈ സിനിമ പൊതുസമൂഹത്തിനുള്ളിലും പലരുടെയും ഇടയിലും വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് എന്നും കൂടി പറയട്ടെ. ആ 2 സാഹചര്യവും കൂടി ഇവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിക്ക് ഇതുപോലെ എത്രയോ ത്രെറ്റ്സ്, ഭീഷണികൾ ഇതുപോലെ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അവൾക്ക് വേണ്ടി സംസാരിച്ചാൽ ഭീഷണിപ്പെടുത്തും, അവൾക്ക് വേണ്ടി ഇനി നീ സംസാരിക്കരുത് എന്നുള്ള ആരുടെയൊക്കെയോ അജണ്ടകൾ തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. നാണം കെട്ട ഒരു സമൂഹം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് തന്നെയാണ് ഭാഗ്യലക്ഷ്മി ഇവിടെ ഫോൺ നമ്പർ ഉൾപ്പെടെ എക്സ്പോസ്ഡ് ആക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. ഇതാദ്യമായിട്ടല്ല. സമൂഹ മാധ്യമങ്ങളിൽ ഭാഗ്യലക്ഷ്മി ചാനൽ ചർച്ചയിൽ വന്ന് അവളോടൊപ്പം നിന്ന് സംസാരിക്കുമ്പോൾ പോലും ആ ചാനൽ ചർച്ചയുടെ ക്ലിപ്പിങ്ങുകളുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഊമക്കത്ത് പോലെ ഫേക്ക് ID അഡ്രസ്സിൽ, ഫേക്ക് ID കളിൽ ഫേക്ക് ആയിട്ടുള്ള പല കമൻറ്റുകളും
ഇതുപോലെ വന്ന് നിറയുന്നതും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു പുത്തിരിയല്ല. അതുകൊണ്ട് തന്നെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും, അവൾക്കൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ വീണ്ടും അവൾക്ക് വേണ്ടി സംസാരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചില ഊമക്കോളുകൾ, ഊമക്കത്തുകൾ വന്നു എന്നതിൻ്റെ പേരിൽ നിശബ്ദരാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും ഇവിടെ വില പോകില്ല. കാരണം ഇത് കേരളവും കൂടിയാണ്. ഇവിടെ സംസാരിക്കേണ്ടവർ സംസാരിക്കുക തന്നെ ചെയ്യും, നീതിക്ക് വേണ്ടി പോരാടുന്നവർ പോരാടുക തന്നെ ചെയ്യും എന്നത് തന്നെയാണ് പറയാനുള്ളത്.